ശ്രീ ഹരീഷ് വാസുദേവൻ, പോലീസ് ഇക്കാര്യത്തിൽ ഒത്തുകളിക്കുന്നു എന്ന് ആക്ഷേപിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം നോക്കൂ. ഇവിടെ പോലീസ് ഈ കേസിൽ, സിദ്ദിഖിന്റെ കേസിൽ ചെയ്തിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ആ പരാതിക്കാരി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 2016 ജനുവരി മാസം 28-ാം തീയതി മസ്കറ്റ് ഹോട്ടലിൽ നടന്നത് എന്താണ് എന്ന് പോലീസ് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ 13 പേരുടെ വെയിറ്റർമാരും റൂം ബോയ്മാരും അടക്കമുള്ള ആളുകളുടെ മുഴുവൻ മൊഴി എടുത്തിട്ടുണ്ട്. അത് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. ഈ വാട്സപ്പ് മെസ്സഞ്ചർ സന്ദേശങ്ങൾ, ആദ്യം മെസ്സഞ്ചർ വഴിയാണല്ലോ സിദ്ദിഖ് ഈ ചെറുപ്പക്കാരിയെ കോൺടാക്ട് ചെയ്തത്, അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന അന്നത്തെ ദിവസം 28-ാം തീയതി 2016 ജനുവരി 28-ാം തീയതി ഉച്ചയ്ക്ക് സിദ്ദിഖ് ഈ പെൺകുട്ടി പറഞ്ഞതുമാതിരി ഫിഷ് കറി മീൽസും അതുപോലെ തന്നെ തൈരുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്നതിന്റെ റെസ്റ്റോറന്റ് ബില്ലടക്കം ശേഖരിച്ച് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണം ഒരു ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അവിടെ മുൻകൂർ ജാമ്യം കിട്ടാതെ പോയത് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നില്ലേ. എന്ന് മാത്രമല്ല, ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇന്നലെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോഴല്ലോ 3 ആഴ്ച മുമ്പ് തന്നെ ഇതിൽ ഈ ആരോപണങ്ങൾ നേരിടുന്ന ഒരു പ്രതിയും രാജ്യം വിടാതിരിക്കാനുള്ള നടപടികൾ പോലീസ് എടുത്തിട്ടില്ലേ? പോലീസ് ആരെങ്കിലുമായി ഒത്തുകളിച്ചു എന്നൊരാരോപണത്തിലാണ് അഭിലാഷിൻ്റെ ചർച്ച തുടങ്ങുന്നത്. ഞാൻ ഈ ചർച്ചയിലോ ഇതിനു മുമ്പോ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് പോലീസിന് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി. അങ്ങനെ ഒരു വീഴ്ചയുണ്ടായി എന്ന കാര്യം പരാതിക്കാരി തന്നെ DGPക്ക് മുമ്പിൽ പരാതിയായി പറഞ്ഞു എന്ന് നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ തന്നെ നാട്ടുകാർ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇത് രണ്ട് കാര്യമാണ്. പോലീസിനുണ്ടാകുന്ന വീഴ്ച, പ്രത്യേകിച്ച് ഗോൾഡൻ അവേഴ്സിൽ കളക്ട് ചെയ്യേണ്ട എവിഡൻസുകൾ കളക്ട് ചെയ്യാത്തതിലുള്ള വീഴ്ച, ആ വീഴ്ച ആർക്കെങ്കിലും വേണ്ടി വഴിവിട്ട സഹായം ചെയ്തതാണോ അല്ലയോ എന്നത് പിന്നീട് മറ്റൊരു അന്വേഷണത്തിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ പോലീസിന് വീഴ്ച ഉണ്ടാവുന്നത് ആരെങ്കിലും സഹായിക്കാൻ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും കേസിനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു റെലവൻസും ഇല്ല. നിങ്ങൾ ഒരാളെ സഹായിക്കാൻ ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും വീഴ്ച തന്നെയാണെന്നാണ് ഞാൻ ആദ്യ റൗണ്ടിലെ ചർച്ചയിൽ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ രീതി, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച രാഹുൽ ഈശ്വർ ഈ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞിട്ട് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി ചർച്ചകളിൽ വരാതിരിക്കുന്നത് നല്ല കാര്യമാണ് എനിക്ക് തോന്നി. കാരണം ഇന്ത്യയിലെ ടെലിവിഷൻ ചാനൽ ചർച്ച നടത്തേണ്ടത് പ്രോഗ്രാം കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചട്ടം 6 അനുസരിച്ചാണ്, കേബിൾ TV നെറ്റ്വർക്ക് റൂൾസ് അനുസരിച്ചാണ്. ചട്ടം 6-ന്റെ 1-ാമത്തെ ക്ലോസ് പറയുന്നത് ഒഫൻസ് എഗെയിൻസ്റ്റ് ഗുഡ് ടേസ്റ്റ് ഓർ ഡീസൻസിക്ക് നിരക്കാത്തതോ ഗുഡ് ടേസ്റ്റ് നിരക്കാത്തതോ ആയ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല. അതിൻ്റെ ക്ലോസ് നമ്പർ Kയിൽ പറയുന്നത് ഡെനിഗ്രേറ്റ് വുമൺ ത്രൂ ഡെപിക്ഷൻ ഓഫ് ഇൻ എനി മാനർ ഓർ ഡെറഗേറ്ററി ടു വുമൺ ഓർ ഈസ് ലൈക്ലി ടു ഡിപ്രൈവ് കറപ്റ്റ് ഓർ ഇഞ്ചുറി പബ്ലിക് മൊറൈൽ ഓർ മൊറൈൽ. സ്ത്രീകളുടെ പൊതു ജീവിതത്തെ ഏതെങ്കിലും തടസ്സത്തിൽ തടസ്സപ്പെടുത്തുന്നതോ ഡെനിഗ്രേറ്റ് ചെയ്യുന്നതോ ഡീഗ്രേഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവും പാടില്ല. അതിൻ്റെ മറ്റൊരു ക്ലോസിൽ പറയുന്നത് ഡിഫമേറ്ററി ആയിട്ടുള്ള ഒരു കണ്ടന്റും ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട സംഗതികളിൽ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു പ്രോഗ്രാം കോഡിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ 4 ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് ഇത്തരം അസംബന്ധങ്ങൾ മാത്രമല്ല സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താൻ, സത്യമെന്ന പേരിൽ നടത്താൻ എത്രത്തോളം അനുവദിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ പരാതിക്കാരികൾ നാളെ ഇത്തരം അതിജീവിതകൾ കോടതിയെ സമീപിച്ചാൽ ഈ മാധ്യമങ്ങൾ പോലും സമാധാനം പറയേണ്ട രീതിയിലേക്ക് മോശം തരംതാണ പ്രവർത്തികളാണ് അത്തരം കാര്യങ്ങൾ ചെയ്തത്. അഭിലാഷിൻ്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, പോലീസ് 100 തെളിവിൽ 99 കളക്ട് ചെയ്തു എന്നിരിക്കട്ടെ. അവശേഷിക്കുന്ന ഒരു തെളിവ് ഇതിൻ്റെ കണ്ണി കൂട്ടിയിണക്കാൻ വേണ്ട ഒരു കണ്ണിയാണെങ്കിൽ, അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ കാരണത്താൽ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച്, ഇന്ത്യയിലെ നിലനിൽക്കുന്ന നിയമ സംവിധാനം അനുസരിച്ച് പ്രതിക്ക് രക്ഷപ്പെടാം. കാരണം ഇളവ് കിട്ടുന്നത് പ്രതിക്കാണ്. ആ കണ്ണി വിളച്ചേർക്കാനുള്ള ഓരോ തെളിവും വീഴ്ചയില്ലാതെ ശേഖരിക്കുക എന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഉത്തരവാദിത്തമാണ്. ഇവിടെ പോലീസ് ചെയ്ത കാര്യങ്ങളെല്ലാം ആരും നിഷേധിക്കുന്ന കാര്യമല്ല. പക്ഷേ പോലീസ് ചെയ്യാത്തത് പോലീസ് ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മറ്റ് യുക്തികളിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അതായത് 1000 രൂപയിൽ 900 രൂപ നിങ്ങൾക്ക് കിട്ടിയില്ലേ, 100 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ എന്ന യുക്തി ഇവിടെ പ്രയോഗമല്ല. കാരണം നിങ്ങൾ ശേഖരിക്കാത്ത ഒരു തെളിവാണ് ഈ കേസിൻ്റെ ട്രയലിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുന്നതെങ്കിൽ നിങ്ങളത് നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയാൻ അഭിലാഷ് എനിക്കൊരു 20 സെക്കൻഡ് തരണം. അഭിലാഷ് എണ്ണി ചോദിച്ച കാര്യങ്ങളില്ലേ, ഈ പ്രോസിക്യൂഷൻ്റെ ഓരോ സ്റ്റേജിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവർ നടത്തിയ കാര്യങ്ങൾ, ഇര പോലീസിന് കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഭിലാഷിന് എങ്ങനെയാണ് ഇത് മനസ്സിലായത്? ഈ ഇര പോലീസിനോട് മാത്രവും മജിസ്ട്രേറ്റിനോട് മാത്രവും രഹസ്യമൊഴി കൊടുത്തത്. പബ്ലിക്കലി വന്ന് പറഞ്ഞ കാര്യം എനിക്ക് എതിർപ്പില്ല. പക്ഷേ പോലീസിനോടോ
പ്രോസിക്യൂഷനോടോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനോടോ മാത്രം പറഞ്ഞ കാര്യങ്ങളിൽ പോലീസ് നടത്തിയ അന്വേഷണം പോലീസ് പറയാതെ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയത്? ഞാൻ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ മാധ്യമങ്ങൾ ഇത്ര പരസ്യമായി ചോദ്യം ചോദിക്കാൻ തക്കവണ്ണമുള്ള ലീക്കേജ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തിട്ടുള്ള ഡയറക്ഷന് വിരുദ്ധമാണ്. ഇതൊക്കെ തന്നെയാണ് SITക്കെതിരെ ആളുകൾ പരാതിപ്പെടുന്നത്.